സ്ഥാനമൊഴിഞ്ഞ തിരുവനന്തപുരം DCC പ്രസിഡന്റിന്റെ ചുമതല നമ്മുടെ പാലോട് രവിയുടെ ചുമതല ഇപ്പോൾ എൻ ശക്തന് നൽകിയിരിക്കുകയാണ്. പാലോട് രവി സ്ഥാനമൊഴിഞ്ഞപ്പോഴാണ് ഇപ്പോൾ താൽക്കാലിക ചുമതല DCC പ്രസിഡന്റ് താൽക്കാലിക ചുമതല എൻ ശക്തന് നൽകിയിരിക്കുന്നു. ഈ വാർത്ത നമ്മൾ നേരത്തെ സാധ്യത പറഞ്ഞതാണ്. റഹീസ് മുഖമുണ്ട്. റഹീസ്, ആ വാർത്ത വരികയാണ്. നമ്മൾ നേരത്തെ കരുതിയതുപോലെ തന്നെ സ്ഥിരം DCC പ്രസിഡന്റിനെ DCC പ്രസിഡന്റുമാരെ പ്രഖ്യാപിക്കുമ്പോഴേ പ്രഖ്യാപിക്കൂ. ഇപ്പോൾ പാലോട് രവിക്ക് പകരം ശക്തന് ചാർജ് കൊടുത്തിരിക്കുകയാണോ റഹീസ്? അരുൺ, അങ്ങനെയാണ്. സ്ഥിരം DCC പ്രസിഡന്റുമാരെ പല DCC പ്രസിഡന്റുമാരെ മാറ്റാനുണ്ട്. ആ സമയത്ത് മാത്രമായിരിക്കും തിരുവനന്തപുരത്ത് സ്ഥിരമായി ഒരു DCC പ്രസിഡന്റ് വരിക. പകരം എൻ ശക്തനെ, KPCCയുടെ വൈസ് പ്രസിഡന്റ് കൂടിയായ എൻ ശക്തനെ DCCയുടെ ചുമതല നൽകിയതായാണ് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് അറിയിച്ചിരിക്കുന്നത്. ഈ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇന്നലെ തന്നെ രാജി ചോദിച്ചു വാങ്ങുകയും പാലോട് രവിയെ DCC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റുകയും ചെയ്തിരുന്നു. അതിനുശേഷം രണ്ട് തരത്തിലുള്ള ചർച്ചകളായിരുന്നു പാർട്ടിക്കകത്ത് നടന്നത്. സ്ഥിരമായ ഒരു DCC പ്രസിഡന്റിനെ പെട്ടെന്ന് നിയമിക്കണോ, അതല്ല താൽക്കാലികമായി ഒരാൾക്ക് നിയമനം നൽകിയതിനു ശേഷം മറ്റ് DCC പ്രസിഡന്റുമാർ വരുന്നതിനൊപ്പം തിരുവനന്തപുരത്തും DCCക്കും പുതിയ പ്രസിഡന്റ് വന്നാൽ മതിയോ എന്ന ചർച്ചകളായിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ ഭൂരിപക്ഷ അഭിപ്രായം KPCC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവ് VD സതീശനും താൽക്കാലികമായ ഒരു DCC പ്രസിഡന്റ് ഇപ്പോൾ വരട്ടെ, മറ്റത് വിപുലമായ ചർച്ചകൾ നടത്തണം. പല സ്ഥലത്തും DCC പ്രസിഡന്റുമാർ വരുമ്പോൾ ഗ്രൂപ്പ് സമവാക്യങ്ങൾക്കനുസരിച്ച് തിരുവനന്തപുരത്ത് ആര് വരണമെന്ന കാര്യത്തിൽ അപ്പോൾ മാത്രമായിരിക്കും തീരുമാനമെടുക്കുന്നതാണ് നല്ലത് എന്ന നിലപാടിൽ ഒരു നിഗമനത്തിൽ പാർട്ടി എത്തുകയായിരുന്നു. അതിനുശേഷമാണ് തിരുവനന്തപുരത്ത് തന്നെ ഏറ്റവും സീനിയർ നേതാക്കളിൽ ഒരാളായ എൻ ശക്തനെ തിരുവനന്തപുരം DCCയുടെ ചുമതല ഏൽപ്പിക്കാൻ തീരുമാനിച്ചത്. അരുൺ, അപ്പോൾ തിരുവനന്തപുരം DCC കൂടുതൽ ശക്തമാവട്ടെ. എൻ ശക്തന്റെ നേതൃത്വത്തിൽ താൽക്കാലിക ചുമതലയാണ്. സ്ഥിരം DCC പ്രസിഡന്റിനെ മറ്റ് DCC പ്രസിഡന്റുമാരെ പ്രഖ്യാപിക്കുന്ന ലിസ്റ്റിൽ നിന്ന് പ്രഖ്യാപിക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. റിപ്പോർട്ടർ TV ആണ് ഈ ശബ്ദ സംഭാഷണം പുറത്തുവിട്ടത്. പാലോട് രവി ജലീലുമായി നടത്തിയ സംഭാഷണമാണ് പുറത്തായത്. അതിനകത്ത് വളരെ പാർട്ടിയെ പ്രതിക്കൂട്ടിലാക്കുകയും പാർട്ടിയെ വെട്ടിലാക്കുകയൊക്കെ ചെയ്ത ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. അത് ഇന്നലെ നമ്മൾ സംപ്രേഷണം ചെയ്തിരുന്നതാണ്. പാലോട് രവി പക്ഷേ പാർട്ടിയിൽ ചില സത്യസന്ധമായ കാര്യങ്ങൾ തുറന്നു പറഞ്ഞുവെന്നാണ് ചില നേതാക്കളുടെ വിലയിരുത്തൽ. പക്ഷേ അതിങ്ങനെ പറഞ്ഞ് ലീക്കാവുന്ന സമയത്ത് ജാഗ്രത കാണിക്കേണ്ടിയിരുന്നു എന്നുള്ളതാണ് പറയുക. എങ്ങനെ അറിയാം സംസാരിക്കുന്ന ആളുകൾ ഇത് റെക്കോർഡ് ചെയ്യുന്നുണ്ടോ, പുറത്തുവിടാനാണോ, വിളിക്കുന്നത് സ്നേഹിക്കാനാണോ തേക്കാനാണോ എന്ന് ആർക്കാ എങ്ങനെ അറിയാം? ഇപ്പോൾ അതുകൊണ്ട് നേതാക്കന്മാരെല്ലാം എല്ലാ പാർട്ടിയിലെ നേതാക്കന്മാരും താഴെയുള്ള പ്രവർത്തകരോട് ചോദിക്കുമ്പോൾ റെക്കോർഡൊന്നും ചെയ്യുന്നില്ലല്ലോ അല്ലേ എന്ന് ചോദിച്ചിട്ടേ റെക്കോർഡ് ചെയ്യാറുള്ളൂ എന്നാണ് അറിയാൻ കഴിഞ്ഞത്.